ഹായ് ഫ്രണ്ട്സ്, തൊട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസിലൊക്കെ കോമഡി ആയിട്ടോ അല്ലെങ്കിൽ വേറെ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കുടുംബശ്രീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോമഡി ആയിട്ടുള്ള സ്കിറ്റുകളും ഒക്കെ കുറേ നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഇന്ന് എന്താണ് ശരിക്കും ഈ കുടുംബശ്രീയിൽ അല്ലെങ്കിൽ ഈ അയൽക്കൂട്ടത്തിൽ നടക്കുന്നത് എന്താണെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ അമ്മമാരും പിന്നെ നമ്മുടെ ബന്ധുക്കളൊക്കെ ആയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു കുടുംബശ്രീ ഉണ്ട്. അവരുടെ ഒരു 25ാമത്തെ വാർഷിക ആഘോഷമാണ്. അപ്പോൾ നമുക്കത് നമ്മൾ കൂടിയിട്ട് ഒരു കുഞ്ഞാഘോഷം വലിയ ആഘോഷമാക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ. എന്നും എന്നിൽ കൃപ ചൊരിയണമേ, പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തി. നമ്മളിവിടെ നടക്കുന്ന പരിപാടി എന്താണെന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ? എല്ലാവർക്കും അറിയാം. എന്താ സംഗതി? നമ്മുടെ സംഘത്തിന്റെ 25ാം വാർഷികം വളരെ ഭംഗിയായിട്ട് നമുക്ക് 24 വർഷം കഴിഞ്ഞ് ഇന്ന് 25ാമത്തെ വർഷമാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു സ്വാഗതം പറയാന്നുള്ളൊരു ദൗത്യമുണ്ട്. ബാക്കി കാര്യങ്ങൾ പിന്നീട് അധ്യക്ഷ പ്രസംഗത്തിൽ കൂടി പറയും. അപ്പോൾ ആ സ്വാഗതം പറയുന്നത് നമ്മുടെ കുഴപ്പമില്ല സംഘത്തിന്റെ തന്നെ സെക്രട്ടറി, നമ്മുടെ സംഘത്തിന്റെ തന്നെ സെക്രട്ടറി, പുറത്തുനിന്നുള്ള ആൾക്കാരല്ല ഇതിന് പറയേണ്ടത്. നമ്മുടെ സംഘത്തിന്റെ സെക്രട്ടറി അനിത സത്യനാണ്. അനിത സത്യനെ ഞാൻ സഹർഷം സ്വാഗതത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഇവിടെ വിശിഷ്ടാതിഥി സീരിയസ് മെമ്പർ ബിന്ദു ഉണ്ണീഷനും പിന്നെ നമ്മുടെ സംഘം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എന്താ ചെയ്യാൻ പോണ്? വാർഷികം സകൃതിയായിട്ട് ആഘോഷിക്കാണ്. ഞാൻ വീണ്ടും ചോദിക്കാൻ എന്താ കാരണം? നമുക്കൊക്കെ വയസ്സായി, ഓർമ്മയില്ല. 50 വരാൻ പറഞ്ഞു, വന്നു. എന്തെങ്കിലും തിന്നാൻ കിട്ടിയാ തിന്നും. അത് കഴിഞ്ഞാൽ നമ്മൾ പോവും, നിങ്ങളും പോവും, ഞാനും പോവും, ഇതിൽ ചെറുപ്പക്കാരായിട്ടുള്ളവരൊക്കെ പോവും. അപ്പൊ വിവരം അറിയിക്കുക എന്നുള്ളത് എന്റെ ദൗത്യമാണ്. ഞാൻ വയസ്സായി ഇപ്പൊ എന്തുണ്ടായി? ഒരു മെമ്പറായി. നിങ്ങൾ വയസ്സായി എന്തുണ്ടായി? വീട്ടിലിരിപ്പായി. കുറച്ച് പേരൊക്കെ തൊഴിലുറപ്പിനും കാര്യങ്ങൾക്കും ഇങ്ങനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇവിടെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ പ്രസിഡന്റായിട്ടുള്ള സംഘത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള മല്ലിക വാസുവാണ്. ആൾക്ക് സുഖമില്ലാത്ത കാരണം പനിയായിട്ടിരിക്കുകയാണ്. ആ പനിയായിട്ടിരിക്കുന്ന കാരണം മല്ലിക വാസു വന്നിട്ടില്ല. അപ്പൊ അതിന്റെ ഒഴിവിലേക്ക് 25 വർഷത്തിന് മുമ്പ് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഈ സംഘം തുടങ്ങാനായിട്ട് എന്താ കാരണം? ആർക്കെങ്കിലും വല്ല ഓർമ്മയുണ്ടാവില്ല. ശരി, ഈ മൗന പ്രാർത്ഥന നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാ നടത്തിയെന്നറിയോ? ചേച്ചിയെ, ആർക്ക് വേണ്ടിയിട്ടായി മൗന പ്രാർത്ഥന ചെയ്ത്? ആരും മരിച്ച നമ്മുടെ സംഘത്തിൽ നിന്ന് പറഞ്ഞോ? നീ ധൈര്യമായിട്ട് പറഞ്ഞോ. അത് കേട്ടിട്ടില്ല. നമ്മുടെ സംഘത്തിലുള്ള 2 പേരും മരിച്ചു. അത് ആരാണെന്ന് നിനക്കറിയോ? നമ്മുടെ സംഘത്തിലുള്ളതാണ്. നമ്മുടെ സംഘത്തിലുണ്ടായിരുന്നത് ആരുടെ? തങ്കമണി സംഘത്തിലായിരുന്നു. ഞങ്ങളുടെ ചന്ദ്രു ഈ സംഘത്തിലുണ്ടായിരുന്നേ. ഇപ്പൊ 2 പേരും മരിച്ചു പോയില്ലേ? അതിനാണ് ഇപ്പൊ നമ്മളിങ്ങനെ തൊഴുത് കുറച്ചു നേരം നിന്നത്. അപ്പൊ അങ്ങനെ 2 പേരും മരിച്ചുപോയി, 2 പേര് ജോലി കിട്ടിപ്പോയി, ബാക്കിയുള്ള ഒരു കല്യാണം കഴിഞ്ഞു പോയി. ഇതെല്ലാം കഴിഞ്ഞു വന്നപ്പോ ലാസ്റ്റ് നമ്മളിപ്പോ 16 ആണ്ടില് നിൽക്കുക. 5/3/2000 ഇത്രയും പേര് 5/3/2000 തൊട്ട് നിലവിലുള്ളതാണ്. ഇവറ്റയ്ക്കൊക്കെ ബുദ്ധിമാന്യം വന്നു തുടങ്ങി. ഞാനടക്കം അല്ല, ബുദ്ധിമാന്യം വന്നോന്ന് എന്ത് എന്നൊക്കെ വിളിച്ചു ചോദിക്കാം. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യ അല്ല, വയസ്സായി കാരനല്ലേ. ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? ആനക്കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അതിന് വ്യത്യാസം വന്നത്. അത് കുഴപ്പമില്ല. എനിക്കൊക്കെ തുല്യത തന്നെയാണ്. ഞാനും ഇതൊക്കെ അവസാനിപ്പിക്കാൻ പോവാ. ഞാൻ 25 വർഷം ആഘോഷിക്കുന്നത് വളരെയധികം സന്തോഷം. എന്നെ വിളിച്ചതിന് വേറെ നേരം ഉണ്ടായിട്ട് വന്നൊന്നുമില്ല. എങ്കിലും വന്നില്ലെങ്കിൽ നല്ല ചീത്ത പറയും, എല്ലാവരും വിഷമാവില്ലേ? അതുകൊണ്ട് വന്നതാണ് ഈ ചെറിയൊരു നിമിഷത്തേക്ക് വേണ്ടി. എന്തുണ്ടെന്നറിയോ?
ഇതും നമ്മുടെ സംഘത്തിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് പോയ ഒരാള് ഉണ്ടാക്കി തന്നതാണ്. അവൾക്ക് ഈ ബിസിനസ്സാണ് ഇപ്പോൾ. അവളുടെ പേര് ബിന്ദിയ. എന്തൊന്നുണ്ട് ആ കേക്ക് ഫാക്ടറി പേര്? ആള് മെടുക്കത്തിയായി. അപ്പൂന്ന് സ്കൂളിന്റെ മുമ്പില് കട. കേക്ക് കൊടുക്കണില്ലേ? ഞാൻ സൗകര്യം. അപ്പൊ ശരി, എല്ലാവരും സമ്മതത്തോടും കൂടി. ആരന്റെ ഏറ്റവും മൂത്താള്? ആ മണിമയില് വായിൽ വെച്ച് കൊടുത്തത്. ചീറ്റി പറഞ്ഞാ ഇനിയല്ലേ? വായോ കത്തിയോണ്ട് കുത്തങ്ങ. അതിന്റെ കയ്യില കൊടുത്തോ? ഞാനാകെ ജാനിക്ക് തരാട്ടോ മാമ. മുറിക്കട്ടെ. അയ്യടിയ അതെ, കൊറച്ച് കൊല്ലം കഴിയുമ്പോ ഈ ഇതൊക്കെ സംഘാക്കണം കേട്ടോ. കൈ കൊടുത്തേ. കൊഴിഞ്ഞു പോകരുത് അമ്മമാരെ. കേക്ക് എങ്ങനെയുണ്ട്? കേക്ക് എങ്ങനെയുണ്ട്? രസണ്ടാ? സൂപ്പറാണോ കേക്ക്? ഇഷ്ടായി? മെമ്പർമാര് എത്ര ആൾക്കാരുണ്ട് നമ്മുടെ 25 കൊല്ലത്തിന്റെ അത്രയ്ക്കുള്ള ആൾക്കാര് 7 8 കാണും. അതെ, ആരൊക്കെയൊന്ന് ഇവിടെ ഉണ്ട് എല്ലാരും. ഇവിടെ പ്രസിഡന്റ് ആള് വീഡിയോയില് കണ്ടിട്ടുണ്ട്. പ്രസിഡന്റ് നമ്മുടെ മല്ലിയ മാമ, ഞങ്ങളുടെ അമ്മാമന്. അപ്പൊ അതൊക്കെ നമ്മുടെ ബന്ധുക്കളെ. 25 വർഷം തികച്ച മെമ്പർമാർ. ഒരാളിതേ നല്ലിമാമ, ആദ്യം വലിയമാമ, ഇതിലെ ഏറ്റവും മുതിർന്ന അംഗാര മണിമാമിയ. അതെ, കുടുംബശ്രീയിലത്തെ ഏറ്റവും മുതിർന്ന അംഗം. കുടുംബശ്രീയിലത്തെ അല്ല, നമ്മുടെ അയൽക്കൂട്ടത്തിലത്തെ മുതിർന്ന അംഗാണ് മണിമാമ. ഞങ്ങളുടെ അച്ഛന്റെ അമ്മായിയാണ്. അച്ഛന്റെ അമ്മായി, മാമന്റെ ഭാര്യ. അത് കഴിഞ്ഞിട്ട് പിന്നെ തങ്കമ്മ, പിന്നെ ആരാ? ശൈലമ്മയല്ലേ? ശൈലമ്മ. ഇത് ഭാഗ്യമേമ, ഞങ്ങളുടെ മേമയാണ്. പിന്നെ അനന്തമേമ. ഞങ്ങളൊക്കെ 25 തികഞ്ഞവരാ. പിന്നെ ഞങ്ങളുടെ അമ്മായിയാണ് കാഞ്ചനമ്മായി. 16 അംഗങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ നിലവിൽ നിൽക്കുകയാണ്. ഇനി ആരൊക്കെ എപ്പോ പോകുന്നു പറയാൻ പറ്റില്ല. ഒരു പക്ഷെ പോകണ്ടാവും. 80 വയസ്സ് ആയ ആള് വരെ ഇതിനകത്തുണ്ട്. ഇല്ല മണിച്ച് കണ്ടാ പറയില്ല കേട്ടാ 80 വയസ്സായി. അപ്പൊ ഞങ്ങൾക്കുള്ളൊരു പ്രത്യേകത, വയസ്സായവരെ കൊണ്ട് ബോറടിപ്പിക്കുന്ന പണി ഞങ്ങൾക്കില്ല. നമ്മുടെ വാർഡ് മെമ്പറാണ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് നമ്മുടെ പുത്തൂർ പഞ്ചായത്തിലത്തെ മാമ. മെമ്പറായിട്ട് 2ാം വാർഡാണ് കേട്ടോ. ഇപ്പൊ 3 ട്രിപ്പ്. ആദ്യം കുടുംബശ്രീ ചെയർപേഴ്സൺ കുറച്ച് ദിവസം നിന്നുള്ളപ്പോഴത്തേക്കും ചെയർപേഴ്സൺ ഇതായിട്ട് കുറച്ച് നാളായപ്പോഴത്തേക്കും വേറെ ആളെ മാറ്റി ചേർത്ത് എനിക്ക് തൊഴിലുറപ്പിന്റെ മേറ്റാവേണ്ടി വന്നു. അപ്പൊ അത് കൊണ്ട് നടക്കാൻ പറ്റില്ല. അതും കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നിട്ട് നോക്കിയപ്പോ എനിക്ക് വീണ്ടും മെമ്പർ അല്ല, സൊസൈറ്റിയിൽ 5 വർഷം നിന്നു. പുത്തൂർ 345 നമ്പർ സൊസൈറ്റിയിൽ ഫസ്റ്റ് നിന്നു. അതിനുശേഷമാണ് തൊഴിലുറപ്പിൽ വന്നത്. അതിനുശേഷം കുടുംബശ്രീ വന്ന്, തൊഴിലുറപ്പ് വന്ന്, ഇപ്പൊ ലാസ്റ്റ് പഞ്ചായത്തിൽ എത്തി നിൽക്കുക. പഞ്ചായത്തിൽ ഇപ്പൊ 15 കൊല്ലമായി, 3 ട്രിപ്പായി. തോറ്റ ചരിത്രം ഉണ്ടായിട്ടില്ല. 25 കൊല്ലം നിന്നാലും ഏറ്റവും പ്രാധാന്യം പിന്നെയും ജനങ്ങളെയും എന്നെയും പ്രേരിപ്പിക്കുന്നത് തോറ്റ ചരിത്രം. ഇല്ലില്ല, അയ്യോ
ഇനി നിൽക്കാൻ ഉദ്ദേശം വെച്ച് നിന്നാലും ഒരു പ്രാവശ്യം കൂടി നിന്നാലും വടി കുത്തിപ്പിടിച്ചിട്ട് വേണം വണ്ടി വരാൻ. കാരണം ഇപ്പൊ 74 വയസ്സായി. 5 കൊല്ലം കൂടി ആകുമ്പോ 79 വയസ്സാവും. അപ്പൊ തീർച്ചയായിട്ടും വടി വേണ്ടേ. ഇപ്പൊ തന്നെ വടിയുടെ ഒരു ചെറിയ അല്ല ഞാൻ ഇതില് തല്ലൂട്ടൊക്കെ ഉണ്ടാവാറുണ്ടോ? സംഘത്തില് വല്യമ്മേ എന്തിട്ടാ അഭിപ്രായം? കുടുംബശ്രീ 25 വർഷമായ എന്റെ ഒരു അഭിപ്രായം എന്തിട്ടാ? അമ്മാമിക്ക് എന്തിട്ടൊക്കെ ഉപകാരങ്ങള്, ഗുണങ്ങള്, സന്തോഷമുണ്ട്. എല്ലാരും കൂടുമ്പോ ഒരു സന്തോഷല്ലേ? പിന്നെ നിങ്ങക്ക് എന്തൊക്കെ നേരം പോക്ക്? ഞായറാഴ്ച അല്ലേ കൂടുക? അപ്പൊ എന്തൊക്കെ നേരം പോക്ക് ഉണ്ടാവാറ്? നല്ല നേരം പോക്കുണ്ട്. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമയങ്ങളും കൂട്ടുകാരത്തികളൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് അത് രസല്ലേ? ചന്ദനമണിവാതിൽ കാതിൽ ചാരി സിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ? എന്നോടെന്തിനൊളിക്കുന്നു മത്സഖി, എല്ലാം നമുക്കൊരു പോലെയല്ലേ? എന്നോടെന്തിനൊളിക്കുന്നു എൻ സഖി, എല്ലാം നമുക്കൊരു പോലെയല്ലേ? കാത്തിരിക്കുന്നു ഞാനാണല്ല നാളിൻ്റെ ആഗമനത്തിനായി മൂകനായി. ആശ്ചര്യമില്ലാതെ അങ്കലാപ്പില്ലാതെ കാത്തിരിക്കുന്നു ഞാനേകനായി. ഓർക്കുന്നു ഞാൻ ഈ മരുഭൂമിയിൽ നിന്നും ദൈവനാടിൻ്റെ ആ ഗ്രാമഭംഗി. ഓർക്കാതിരിക്കാൻ കഴിയില്ല എനിക്കിന്ന് വിരഹദുഃഖത്തിൻ്റെ വേദനയിൽ. മകരമാസത്തിൻ്റെ മഞ്ഞിൽ വിരിയുന്ന പൂക്കളെ കാണുവാൻ എന്തു ഭംഗി. കലപില ശബ്ദമായി നിദ്രയുണർത്തുന്ന കിളികളെ കാണുവാൻ എന്തു ഭംഗി. കളിച്ചിട്ടോട്
ഭുവനേശ്വരി കുടുംബശ്രീ പുത്തൂർ പഞ്ചായത്ത് 25ാം വാർഷികം. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ അവസാനിച്ച് നമ്മളിത് ഫുഡ് കഴിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഭയങ്കര നല്ലൊരു അടിച്ചു പൊളിച്ചു ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. ഇത്രയും എന്താ പറയുക ഏജുള്ള ആൾക്കാരായിട്ടും അവരുടെ ഒരു ഭയങ്കര സ്പിരിറ്റും എല്ലാത്തിനും ഇപ്പോൾ ഗെയിം കളിക്കണം, പാട്ട് പാടണം, ഡാൻസ് കളിക്കണം, എല്ലാത്തിനും അവർ റെഡിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേർക്ക് അവൻ മടിയെന്ന് തോന്നുന്നു. ഇവരൊക്കെ ഭയങ്കര എനർജിയാണ് ഇപ്പോഴും, എല്ലാത്തിനും തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോടൊപ്പം നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക. പിന്നെ അവരുടെ കുഞ്ഞു സന്തോഷങ്ങളും അവരുടെ വർത്തമാനങ്ങളും നമ്മൾ നന്നായിട്ട് അത് എൻജോയ് ചെയ്തിട്ടാ. നല്ലൊരു കുടുംബശ്രീയാണ്, ഒരു എന്താ പറയുക ഭയങ്കര ഒത്തൊരുമയുള്ള ഒരു കുടുംബശ്രീയും കൂടിയാണ്. അപ്പം ഇങ്ങനെ തന്നെ എന്നും പോട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.